പെരുവന്താനത്തെ സോഫിയയ്ക്ക് പിന്നാലെ വയനാട്ടിലും കാട്ടാനക്കലി ജീവനെടുത്തു. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിനെ കാട്ടാന കൊന്നത് തുമ്പിക്കൈയിൽ ചുഴറ്റിയെറിഞ്ഞ്. മാനുവിന്റെ കാണാതായ ഭാര്യ സുരക്ഷിത. പെരുവന്താനത്ത് സോഫിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തം. ജീവിതം വന്യമൃഗഭീതിയുടെ നടുവിലായിരുന്നെന്ന് സോഫിയ പറയുന്ന വീഡിയോ പുറത്ത്. സോഫിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞു. പാലോട് വനത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും കാട്ടാന ആക്രമണം. സ്ഥിരീകരിച്ചു വനം വകുപ്പ്. ശാസ്താനട സ്വദേശി ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട്. മൃതദേഹം വനത്തിന് പുറത്തെത്തിക്കാൻ ശ്രമം. പീഡന ശ്രമം ചെറുക്കാൻ കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ന്യൂസ് 18നോട്. മുഖ്യപ്രതി ദേവദാസ് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ ഭീഷണിപ്പെടുത്തി. സുഹൃത്തുക്കൾ സന്ദർശിക്കുന്ന CCTV ദൃശ്യം കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്തു. വേദന കണ്ട് പുളയുമ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. പക്ഷേ ഞാൻ പുലർച്ചെ വരെ ഞാൻ കരഞ്ഞുറങ്ങി. അന്ന് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്.